കാലം 1887. ലോക സാഹിത്യത്തിൽ ഒരു പുസ്തകത്തിനും ലഭിക്കാത്ത അത്രയ്ക്ക് വലിയ സ്വീകാര്യത പിൽക്കാലത്ത് ലഭിച്ച ഒരു പുസ്തകം പിറന്ന വർഷം 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം. അന്ന് ഷെർലക് ഹോംസും സുഹൃത്തായിരുന്ന ഡോക്ടർ വാട്സണും ഉപയോഗിച്ചിരുന്ന മുറി, അവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, കുറ്റാന്വേഷണത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന ഓരോ ഉപകരണങ്ങൾ, അതെല്ലാം അതുപോലെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇവിടെ. നാല് നോവലുകളിലും 56 ചെറുകഥകളിലും ഷെർലക് ഹോംസ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവിടെയൊക്കെ വിശദീകരിച്ചിട്ടുള്ള നിഗൂഢത, കുറ്റാന്വേഷണത്തിന്റെ രീതി, അതൊക്കെ എങ്ങനെയായിരുന്നുവെന്ന് ഈ ഷെർലക് ഹോംസ് തിയേറ്ററിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവലിൽ ഇത്തവണ ഏറ്റവും അധികം ആളുകളെ ആകർഷിക്കുന്നതും ഷെർലക് ഹോംസ് തിയേറ്ററാണ്. 1887 ലോക സാഹിത്യത്തിലേക്ക് കടന്നുവന്ന് എഴുത്തുകാരനേക്കാൾ വലിയ കഥാപാത്രമായി മാറിയ ഷെർലക് ഹോംസ്, ആ ഷെർലക് ഹോംസും ലണ്ടൻ തെരുവുകളുമൊക്കെ ഇവിടെ നമുക്ക് അതുപോലെ കാണാം. ഷെർലക് ഹോംസ് ഉപയോഗിച്ചിരുന്ന വാഹനം, ഷെർലക് ഹോംസ് ഉപയോഗിച്ചിരുന്ന വസ്ത്രം, വാച്ച്, പേന, ഇതെല്ലാം ഇവിടെ അതുപോലെ സൃഷ്ടിച്ചിട്ടുണ്ട്. മാത്രമല്ല ഷെർലക് ഹോംസിന്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ വാട്സൺ അടക്കമുള്ള കഥാപാത്രങ്ങൾ, അവരെയും നമുക്ക് ഇവിടെ കാണാം. ലണ്ടനിലെ ബേക്കർ സ്ട്രീറ്റ് 221B മുറി, ഇവിടെയാണ് ആർതർ കോനൻ ഡോയിലിന്റെ കഥാപാത്രം ഷെർലക് ഹോംസും കൂട്ടുകാരനായിട്ടുള്ള ഡോക്ടർ വാട്സണും കഴിഞ്ഞിരുന്നത്. അതൊക്കെ അതുപോലെ സൃഷ്ടിച്ച് ആ ഒരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയാണ് ഷാർജ. എക്സ്പോ സെന്ററിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.